കോഓപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾക്ക് അതാത് മൊഡ്യൂളുകൾ പ്ലേലിസ്റ്റിൽ കാണുക. ഓരോ ക്ലാസ്സിൻ്റെയും നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റഡ് ആണ്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഡിറ്റിംഗ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റിംഗ് എന്നാണ് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഓഡിറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഓഡിറ്ററും സ്ഥാപനം കമ്പനിയുടെ ഭാഗത്തു നിന്നും പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് ഒരു സമയബന്ധിതമായിട്ട് ആ ഓഡിറ്റ് പ്രോസസ്സ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. Audit preparation is the process of getting ready for an internal and external audit by collecting relevant records, ensuring compliance with standards, and creating a smooth path for the audit process. Internal audit ആയിക്കോട്ടെ എക്സ്റ്റേണൽ ഓഡിറ്റ് ആയിക്കോട്ടെ, രണ്ട് ഓഡിറ്റുകൾക്കും പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ആ ഓഡിറ്റ് പ്രോസസ്സ് എഫക്റ്റീവ് ആവുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ഓഡിറ്റർ കമ്പനി ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. പ്രോപ്പർ പ്രിപ്പറേഷൻ എൻഷ്യൂർ എഫക്റ്റീവ്നെസ്, റെഡ്യൂസ് ഡിസ്ട്രപ്ഷൻസ് ആൻഡ് ഇൻക്രീസ് ഓഡിറ്റ് സക്സസ്. നോക്കാം ഓരോ പ്രിപ്പറേഷൻസ് എന്തെല്ലാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദി സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഓഡിറ്റർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഏത് തരം ഓഡിറ്റാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇത് എത്ര സമയത്തിനകം ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓഡിറ്റ് സച്ച് ആസ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്. ഇതെല്ലാം വ്യത്യസ്ത തരം ഓഡിറ്റാണ്. ഓരോന്നും എന്താണെന്ന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമായിരിക്കും. Understand the audit objectives and scope, determine the time period to be covered എന്നിത്യാദി കാര്യങ്ങളൊക്കെ സ്കോപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെറ്റാക്കേണ്ടതുണ്ട് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ. മറ്റൊരു പ്രിപ്പറേഷന് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് ഓഡിറ്റർക്ക് എൻഗേജ്മെൻറ്റ് ലെറ്റർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് കിട്ടേണ്ടതുണ്ട്. ആ ലെറ്ററിൽ പറയും എന്തെല്ലാമാണ് സ്കോപ്പ്, എന്തെല്ലാമാണ് ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി. അതാണ് ഒരു ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ട് ഒരു ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്തെന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഡോക്യുമെൻറ്റ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ എൻഷ്യൂർ ദി ഓഡിറ്റർ ഈസ് ഫോർമലി അപ്പോയിൻറ്റഡ് ബൈ ദി കോമ്പീറ്റൻ്റ് അതോറിറ്റി, പ്രൊവൈഡ് ആൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ സ്പെസിഫൈങ് സ്കോപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷന് ഫോർമേഷൻ ഓഫ് ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം തന്നെ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഉത്തരവാദിത്വം നൽകാറുണ്ട്. എന്തെല്ലാം ഏരിയയാണ് ഓരോ ആളുകൾ കൈകാര്യം ചെയ്യേണ്ടത്, അവർ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ച്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഓഡിറ്റ് ടീം എന്ന് പറയുമ്പോൾ അസൈൻ എ ടീം ഫ്രം ദി ഓർഗനൈസേഷൻ ടു അസിസ്റ്റ് ഓഡിറ്റർ, ഐഡൻറ്റിഫൈങ് കീ കോണ്ടാക്ട് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആരെല്ലാമാണ് ഈ ഓഡിറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, സഹായിക്കേണ്ടത്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത് ആരുമായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എന്നിവയെല്ലാം ഫോർമേഷൻ ഓഫ് ഓഡിറ്റ് ടീമിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, റിവ്യൂ ഓഫ് പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലെ റിപ്പോർട്ട്സുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും ഫൈൻഡിങ്സ് എന്തായിരുന്നു, എന്തെങ്കിലും റിമാർക്സ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ടോ, നിലവിലെ അവസ്ഥ എന്ത് എന്നെല്ലാം റിവ്യൂ ഓഫ് പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അനലൈസ് പാസ്റ്റ് ഓഡിറ്റ് ഫൈൻഡിങ്സ്, റിമാർക്സ് ആൻഡ് റെക്കമെൻഡേഷൻ, ചെക്ക് ഇറ്റ് പ്രീവിയസ് ഇഷ്യൂസ് ഹാവ് ബീൻ റിസോൾവ്ഡ്. ഇനിയും എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ് ചെയ്യാതെ മുൻകൂട്ടി സൂചിപ്പിച്ച മുൻപ് റിപ്പോർട്ടിൽ പറഞ്ഞ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോഴും ഓർഗനൈസേഷൻ ഉണ്ടോ എന്നതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഓർഗനൈസിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ്. ഇനി പറയുന്ന ഡോക്യുമെൻറ്റുകൾ റെക്കോർഡ്സുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രയൽ ബാലൻസ്,
ലെഡ്ജർ അക്കൗണ്ട്സ് ഇവയെല്ലാം എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് അപ്ഡേറ്റ് വെക്കേണ്ടതുണ്ട്. മാത്രമല്ല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, പിന്നെ ക്യാഷ് ബുക്ക് ആൻഡ് വൗച്ചേഴ്സ്, സെയിൽസ് ആൻഡ് പർച്ചേസ് രജിസ്റ്റേഴ്സ്, ഇൻവെൻട്രി റെക്കോർഡ്സ്, ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ, സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് സച്ച് ആസ് GST, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് TDS, പ്രോവിഡൻറ്റ് ഫണ്ട് PF ആൻഡ് ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഇത്തരം ഡോക്യുമെൻറ്റുകൾ അപ്ഡേറ്റ് ആക്കേണ്ടതുണ്ട് വോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. എന്നാൽ മാത്രമേ വോട്ടിംഗ് പ്ലാൻ ചെയ്ത പോലെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 6ാമത്തെ പ്രിപ്പറേഷന് ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ. ഇൻറ്റേർണൽ കൺട്രോൾ എന്നത് വോട്ടിലെ ടേമാണ്. അതായത് ഇൻറ്റേർണലി ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. എന്തെങ്കിലും ഫ്രോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ തന്നെ എംപ്ലോയീസിന് സ്റ്റാഫിനെ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തെ പറഞ്ഞ പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേഷൻ വളരെ ആക്റ്റീവ് ആണെങ്കിൽ ഓഡിറ്റർ വർക്ക് കുറയും. അപ്പോൾ ഓഡിറ്റർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവാണ് ആണോ അല്ലേ എന്നത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ റിവ്യൂ ദി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ഐഡൻറ്റിഫൈ ദ വീക്ക്നെസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. എന്തെങ്കിലും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടത് ഓഡിറ്റർ ബാധ്യതയാണ്. എങ്കിൽ മാത്രമേ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും അത് പ്രകാരം ഓഡിറ്റർക്ക് എന്താവുള്ളൂ, എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കംപ്ലൈൻസ് ചെക്ക്. കംപ്ലൈൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് ആരാ ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ കമ്പനി ഓഡിറ്റ് സംബന്ധിച്ചിടത്തോളം ഓഡിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, കമ്പനി ലോ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ടാക്സ് ലോസും അതർ മറ്റുള്ള ഇതുപോലുള്ള റെലവൻ്റായ ലോ ഇവയെല്ലാം കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതും ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അത് ലോയുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ അല്ലേ എന്ന് നോക്കേണ്ടത് കടമ ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. പിന്നെ 8ാമത്തെ പോയിന്റ്, 8ാമത്തെ പ്രിപ്പറേഷൻ ഫിസിക്കൽ വെരിഫിക്കേഷനാണ്. വെറും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകൾ ചെക്ക് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ചില സമയത്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഫിസിക്കലി വെരിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്റ്റോക്ക്, പിന്നെ ക്യാഷ്, എല്ലാ ഓഡിറ്റിൻ്റെ ഭാഗമാണ് ക്യാഷ് വെരിഫിക്കേഷന്. പിന്നെ അസറ്റ് ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ക്യാഷ് വെരിഫൈ ചെയ്യാറുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്. പിന്നെ സ്റ്റോക്ക്, പിന്നെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ വാല്യൂ അല്ലെങ്കിൽ സ്റ്റോക്ക് എത്ര. പിന്നെ അസറ്റുകൾ, ഇപ്പോൾ എന്തെങ്കിലും മിനിറ്റ്സ് പ്രകാരം അസറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അത് മിനിറ്റ്സ് ചെക്ക് ചെയ്യേണ്ടി വരും. അസറ്റ് അവിടെ ഉണ്ടോ, അതിൻ്റെ വാല്യൂ പറഞ്ഞതുപോലെ തന്നെയാണോ എന്നെല്ലാം, അല്ലെങ്കിൽ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങി വെച്ചത്, അത്തരം ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉദ്ദേശിച്ചത് ഫിസിക്കലി വെരിഫൈ ചെയ്യാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ, ഓഡിറ്റിങ്ങിൻ്റെ ഒരു റെലവൻറ്റ് പാർട്ടും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ എന്നത്. ഇപ്പോൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഷെഡ്യൂൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എപ്പോൾ എത്തും, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ജീവനക്കാരെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാഫിന് ലഭ്യത ഉറപ്പ് വരുത്താൻ പറ്റും. പിന്നെ ഓഡിറ്റേഴ്സിന് വേണ്ട അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഫോം ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് അബൌട്ട് ദി ഓഡിറ്റ് ഷെഡ്യൂൾ, എൻഷ്യൂർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ് ഡ്യൂറിങ് ദി ഓഡിറ്റ്, സെറ്റപ്പ് എ വർക്കിംഗ് സ്പേസ് ഫോർ ഓഡിറ്റേഴ്സ്. അപ്പോൾ അതോടുകൂടി ആ മേഖലയിലെ ഓഡിറ്റ് പ്രോസസ്സ് പെട്ടെന്ന് വേഗത്തിൽ എഫക്റ്റീവായിട്ട് കഴിയുകയും ചെയ്യും. കാരണം യാതൊരു തടസ്സം ഇത്തരം വിഷയത്തിൽ ഉണ്ടാകാതെ. പിന്നെയുള്ളത് റീകൺസിലേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഓൾ പെൻഡിങ് റീകൺസിലേഷൻ സച്ച് ആസ് ബാങ്ക്, GST, TDS ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റീകൺസിലേഷനും സമയബന്ധിതമായി തീർക്കുക. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഓഡിറ്റിന് മുമ്പായി പാസ്സാക്കിയിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി പിന്നെ അവസാനമായിട്ട് പറയേണ്ടത് നമുക്ക് ബാക്കപ്പ് ആൻഡ് സേഫ്റ്റിയാണ്. ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഇവരെ സോഫ്റ്റ്വെയർ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, അതിൻ്റെ ബാക്കപ്പ്, അത് മോഡിഫൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ, അതിൻ്റെ സെക്യൂരിറ്റി എന്നിത്യാദി കാര്യങ്ങൾ പരിശോധിക്കുന്ന ഓഡിറ്റിങ്ങിൻ്റെ മുമ്പേ ഉള്ള ഒരു കാര്യമാണ്.
അതാണ് ബാക്കപ്പ് ആൻഡ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ടേക്ക് ഡാറ്റ ബാക്കപ്പ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ്. സോഫ്റ്റ്വെയറിലുള്ള ഡോക്യുമെൻ്റ് എന്താ പറയുക, ഡാറ്റ സേഫ് അല്ലേ, അത് കോൺഫിഡൻഷ്യൽ അല്ലേ എന്ന കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നത് പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരിക. ഇതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വിട്ടുപോയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓഡിറ്റ് പ്രിപ്പറേഷൻ? ഓഡിറ്റ് പ്രിപ്പറേഷൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ത് എന്നാണ് നമ്മൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലെറ്ററും അതിൻ്റെ പേരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റും. അത് വൗച്ചറോ അല്ലെങ്കിൽ പിന്നെ ഫയൽ അക്കൗണ്ട് റിവ്യൂ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒന്നല്ല, അതൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. ആദ്യ സ്റ്റെപ്പ് എന്നത് പറഞ്ഞാൽ B ഓപ്ഷനായ അപ്പോയിൻറ്റിങ് ആൻ ഓഡിറ്റർ എന്നാണ്. അപ്പോയിൻറ്റിങ് ആൻ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുക, ഓഡിറ്റർക്ക് അതുമായി അതിൻ്റെ ലെറ്റർ നൽകുക, അത് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് എന്താ തിരിച്ചറിയാൻ പറ്റും എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, റിവ്യൂവിങ് പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട് ഹെൽപ്സ്. പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ എന്നത് ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായ ഒരു സംഗതിയായിരുന്നു. അതെന്തിനായിരുന്നു? അത് ബഡ്ജറ്റിനായിരുന്നു, അല്ലെങ്കിൽ ടാക്സ് പേയ്മെൻറ്റിനാണോ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് അൺസോൾവ്ഡ് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിലെ റിമാർക്സുകളും അതിൻ്റെ റെക്കമെൻഡേഷനുകളും പരിശോധിക്കാനും അതിലെന്തെങ്കിലും ഇഷ്യൂസ് നിലവിൽ സോൾവ് ചെയ്യാതെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈങ് അൺസോൾവ്ഡ് ഇഷ്യൂസ്. മറ്റൊരു ക്വസ്റ്റ്യന്, വിച്ച് ഡോക്യുമെൻ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി സ്കോപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓഡിറ്റ്? ഓഡിറ്റിൻ്റെ സ്കോപ്പും റെസ്പോൺസിബിലിറ്റിയും സൂചിപ്പിക്കുന്ന ഡോക്യുമെൻ്റ് ഏത് എന്ന ക്വസ്റ്റ്യന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനൊന്നുമല്ല, അപ്പോയിൻമെൻറ്റ് ലെറ്ററും അല്ല, എൻഗേജ്മെൻറ്റ് ലെറ്റർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ് ലെറ്റർ, ഈ എൻഗേജ്മെൻറ്റ് ലെറ്ററാണ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്. ഓഡിറ്റർ നിയമിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് എന്ത് എന്നൊക്കെ ഈ എൻഗേജ്മെൻറ്റ് ലെറ്ററിലാണ് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ മറ്റൊന്ന്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഓഡിറ്റ് പ്രിപ്പറേഷൻ 2. എന്തിനാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്നത്? മുമ്പേ സൂചിപ്പിച്ചതാണ്. നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അത്രയും വർക്ക് അല്ലെങ്കിൽ കുറക്കാൻ പറ്റും. എങ്ങനെ? അത് ഇൻറ്റേർണൽ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുക, അവിടെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യപ്പെടും. അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവില്ല, ഫ്രോഡ് ഉണ്ടാവില്ല, ചാൻസ് വളരെ കുറയും. അപ്പോൾ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഇൻറ്റേർണൽ ചെക്ക് എഫക്റ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യൽ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്തിനാന്ന് ചോദിച്ചത്, അത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനൊന്നുമല്ല, പിന്നെന്താണ് റെഡ്യൂസ് പ്രോഫിറ്റിനുമല്ല, ഫൈനലൈസ് പേറോളിനുമല്ല, പിന്നെ ഏതാണ് ചെക്ക് കൺട്രോൾ വീക്ക്നെസ്, എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്ക് ഇവരെ ജോലിയിൽ മാറ്റം വരുത്തണം. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ ആർ ഡൺ ബിഫോർ ദി ഓഡിറ്റ് 2. എപ്പോഴാണ്, എന്തിനാണ്, അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ ആർ ഡൺ ബിഫോർ ദി ഓഡിറ്റ് 2 എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഹൈഡ് ബാങ്ക് ചാർജസ് അതിനല്ലല്ലോ, അവോയ്ഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻക്രീസ് ക്യാപിറ്റലൊന്നും അല്ല. പിന്നെ എന്തിനാണ്? B, മാച്ച് ദി ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് റെക്കോർഡ്സ്. കാരണം ബാങ്ക് പാസ്ബുക്കിലും പിന്നെ കമ്പനീൻ്റെ ക്യാഷ് ബുക്കിലും ബാലൻസ് സെയിം ആവണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ബാങ്ക് റീകൺസിലേഷൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത് ഓഡിറ്റിന് മുമ്പായിട്ട് അവർ ചെയ്യാറുണ്ട്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെക്കോർഡ്സ് ഈസ് നോട്ട് ടിപ്പിക്കലി റിക്വയർഡ് ബിഫോർ ആൻ ഓഡിറ്റ്? ഇനി പറയുന്ന ഏത് ഡോക്യുമെൻ്റ് ആണ് സാധാരണഗതിയിൽ ആവശ്യമില്ലാത്തത്? ഡോക്യുമെൻറ്റ്സ് ഒരുപാടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ സൂചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്ത ഡോക്യുമെൻ്റ് ഇതിൽ കിടക്കുന്നുണ്ടാവും. അത് ഇൻവെൻട്രി ലിസ്റ്റ് ആണോ, സാലറി സ്ലിപ്സ് ആണോ, കമ്പനി ലോഗോ ഡിസൈൻ, ട്രയൽ ബാലൻസ്. അപ്പോൾ ഇതിൽ കമ്പനി ലോഗോ ഡിസൈനും ഓഡിറ്റ് തമ്മിൽ യാതൊരു ബന്ധമോ അല്ലെങ്കിൽ റെലവൻസോ ഇല്ല. അപ്പോൾ അതന്നെ എന്ത് നോട്ട് ടിപ്പിക്കലി റിക്വയർഡ് ബിഫോർ ആൻ ഓഡിറ്റ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ കണ്ടക്ടഡ് ഫോർ, എന്തിനാണ് അല്ലെങ്കിൽ ഏതിനാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ നടത്താറ്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്നത് എംപ്ലോയീസിനോ കസ്റ്റമേഴ്സിനോ സോഫ്റ്റ്വെയർ ലൈസൻസിനോ ഒന്നല്ല, അത് ഫിസിക്കലി വെരിഫൈ ചെയ്യണം. അസറ്റ് അത് ഉണ്ടോ ഇല്ലേ, പറഞ്ഞ പോലെ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ, എത്ര കപ്പാസിറ്റി ഉള്ള മെഷീനാണോ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിൽ അത് വന്നിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെൻട്രി ആണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വരിക. പിന്നെ
മറ്റൊന്ന്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻഫോം ഡിപ്പാർട്ട്മെൻറ്റ് അബൌട്ട് ദി ഓഡിറ്റ് ഷെഡ്യൂൾ. ഓഡിറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് മുൻകൂട്ടി അത് ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് അറിയിക്കാറുണ്ട്. ഇന്ന സമയത്താണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിറ്റ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്താനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് എന്താ, അതിൻ്റെ ആൻസർ തന്നെ ഉണ്ട്. അത് വർക്ക് ലോഡ് കൂട്ടാനോ പ്രൊഡക്ഷൻ കുറക്കാനോ ഒന്നുമല്ല, പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാൻ തന്നെയാണ് അത്. പിന്നെ എൻഷ്യൂർ കോഓപ്പറേഷൻ ഡ്യൂറിങ് ദി ഓഡിറ്റ് സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തരേണ്ട ആളുകൾ അത് ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ മുൻകൂട്ടി ഷെഡ്യൂൾ കൊടുക്കുന്നത്. ഡിലേ ദി ഓഡിറ്റ് അല്ല, ഒരിക്കലും ഡിലേ ചെയ്യാനല്ലല്ലോ അത്. പിന്നെ വാട്ട്സ് ദി പർപ്പസ് ഓഫ് ടേക്കിംഗ് എ ഡാറ്റ ബാക്കപ്പ് ബിഫോർ ഓഡിറ്റ്. നമ്മൾ അവസാന പോയിന്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡാറ്റ ബാക്കപ്പ് സേഫ്റ്റി, പിന്നെ എന്താ പറയുക, അതിൻ്റെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ ഓക്കെ എല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്? ടു ഫോമാറ്റ് കമ്പ്യൂട്ടർ ആണോ? അല്ല. ടു ഡിലീറ്റ് റെക്കോർഡ്സ് ആണോ? അതുമല്ല. ടു മെയിൻറ്റെയിൻ റെക്കോർഡ് സേഫ്റ്റിയാണ്. അതായത് ബാക്കപ്പ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാനാണ്. ആ ബാക്കപ്പിൽ ഡാറ്റ ഉണ്ടാവുമല്ലോ. ടു പ്രിപ്പയർ ഇൻവോയ്സും അല്ല. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റാറ്റുട്ടറി റെക്കോർഡ് റിക്വയർഡ് ബിഫോർ ഓഡിറ്റ്. ഓഡിറ്റിന് മുൻപേ ആവശ്യമുള്ള താഴെ പറയുന്ന ഡോക്യുമെൻറ്റിൽ ഏതാണ് സ്റ്റാറ്റുട്ടറി ആയിട്ട് ആവശ്യമുള്ളത്? അത് ടാക്സ് ഇൻവോയ്സ് കോപ്പി ആണോ, അല്ലെങ്കിൽ TDS പിന്നെ റിട്ടേൺസ് ആണോ, പ്രൊഡക്റ്റ് കാറ്റലോഗ് ആണോ, മാർക്കറ്റിംഗ് ബ്രോഷർ ആണോ? അതൊന്നുമല്ല. TDS എന്ന് പറഞ്ഞാണ് ടാക്സ് ഡീറ്റെയിൽ സോഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട റിട്ടേൺ സമർപ്പിച്ച ഡോക്യുമെൻ്റ് ആണ്. ഈ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻ പ്രകാരം, ഈ പറഞ്ഞ ഓപ്ഷൻ പ്രകാരം അതിൻ്റെ ആൻസറായിട്ട് വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.